നെക്സ്റ്റ് തീരുമാനിച്ചത് ഇതാണ്, വില്യം എ സ്വിറ്റ്സർ പ്രൊവിൻഷ്യൽ പാർക്ക്. ഞങ്ങൾ ഇവിടെ എത്തി. ജാർവിസ് ലേക്ക് ഇല്ലെങ്കിൽ വില്യം ഇ സ്വിറ്റ്സർ ലേക്കോ, യെസ് അതാണ് സ്ഥലം. എന്താണെങ്കിലും ഭംഗി, അതാണ് ബ്യൂട്ടി ബ്യൂട്ടി. പിന്നെ ഒരു വലിയൊരു ഡിസ്കഷന് ശേഷം നമ്മൾ കനു എന്ന് പറയുന്നത് തോണിയാണ്, അതെടുത്തിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ പോകുന്നില്ല, എനിക്ക് പേടിയാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, എന്നാലും സ്വിമ്മിങ് അറിയില്ല കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ. പക്ഷേ ഏട്ടൻ്റെ ഒരു ബലത്തിലാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇവരൊരു റൗണ്ട് പോയി വന്നിട്ട് ഞാൻ പോവാന്നാ വിചാരിക്കണേ പപ്പ, എന്നിട്ട് വന്നാൽ പോരെ? യെസ്, ഒന്നും അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇവര് പഠിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാം. ആദ്യം ലൈഫ് ജാക്കറ്റ് ഇട് പപ്പ. ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് എടുക്കുന്നുണ്ട്. അതെനിക്ക് ഭാഗമാവും, കിച്ചിക്ക് ഭാഗമാവുണ്ടാവും. അതൊരു ഓറഞ്ച് കളർ, അതാ അവിടെ. ഇത് മമ്മയ്ക്കും പപ്പയ്ക്കും. ഓക്കെ, തുങ്കൂന് ഇതായത് മമ്മ വരുന്നില്ലല്ലോ ഇപ്പൊ ഇല്ല. ഇപ്പൊ വെള്ളം കയറ്റരുത്. Facing front you have to say. So do I paddle? Do I paddle? Yeah, I will think. Seat lo vellakka. Tungu come. Tungu po. Tungu come here. Chappal അഴിച്ചോ വേണേ? Chappal അഴിച്ചോ? അമ്മ ചപ്പലം കൊണ്ടുവയ്ക്കണേ. എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര പേടിയാണ്. അതും ഡീപ്പായിട്ടുള്ള വെള്ളം. ഞാൻ വേറെ ഏത് റൈഡിൽ വേണമെങ്കിലും കയറും, എത്ര തവണ വേണമെങ്കിലും കയറും. തലകുത്തി മറിയുന്നതാണെങ്കിലും ജൈൻറ്റ് വീലാണെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ കയറും. പക്ഷേ ഈ വെള്ളത്തിലേക്കുള്ളത് എനിക്ക് ഭയങ്കരമായൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കരയിൽ നിന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാലോ എന്നുള്ളത് കാരണമാണ് ഞാൻ കരയിൽ നിന്നത്. ബൈ ബൈ, സീ യു. അനങ്ങരുതേ തുങ്കു, അനങ്ങരുത്. തുങ്കു, കിച്ചു, അനങ്ങരുത്. ഏട്ടാ ഈ സൈഡ് തന്നെ പോയാൽ മതിയേ. ഏട്ടാ ഈ സൈഡ് മാത്രം പോയാൽ മതിയേ. അവരെന്തായാലും എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. വാട്ടർ ഡീപ്പാണ് കേട്ടോ. ഒരാൾ പേടിച്ചിട്ടായിരിക്കണം കിച്ച്. തുങ്കുവിന് പിന്നെ അതിനെപ്പറ്റി ചിന്തയൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ക്രിസ് കുറച്ച് ടെൻഷനിലാണുള്ളത്. അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. ബോട്ട് ടച്ച് ചെയ്യാനും പാടില്ല കേട്ടോ, മറിഞ്ഞു വീഴും. അങ്ങനെ ഫൈനലി ധൈര്യം സംഭരിച്ച് ഞാൻ ആ തോണിയിൽ കയറി. ഏട്ടൻ്റെ ഒരു വിശ്വാസത്തിൽ, ഏട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങ് കയറിയത്. പിന്നെ എനിക്ക് ഫോട്ടോയും വീഡിയോയും വേണമായിരുന്നു, അപ്പോൾ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കയറി. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയി. പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറി. എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ കയറിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിർത്തിയത് കേട്ടോ. എന്നാലും ആ പേടിയൊക്കെ മാറി അതൊന്ന് തുഴഞ്ഞു തുടങ്ങിയപ്പം ഓക്കെ ആയി. സോ അങ്ങനെ ഞാൻ ഫൈനലി കയറി. ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ്
വന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചെങ്കിലും പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സേഫായിട്ട് ഞങ്ങൾ വന്നു. ഇങ്ങനെയല്ലേ നമ്മൾ ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണമല്ലോ എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ ചെയ്തു. ആൻഡ് വി എൻജോയ്ഡ്. എങ്ങനെയുണ്ടായിരുന്നു കിച്ചു? ഗുഡ്. പേടിയായോ? പേടിയായി. ഇറ്റ്സ് സോ കോൾഡ്. കുട്ടി അവിടെ പരീക്ഷണമൊക്കെ ചെയ്ത് എന്താ ലൈഫ് ജാക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കോൾഡ് ആയിരിക്കുന്നത്. ഇതാ യെസ് ബേബി. ഇതാണ് ഇതിൻ്റെ റേറ്റ്സ് കേട്ടോ. നമ്മളെടുത്തത് $30 ആണ്. കനോ സോ ലോക്ക് ചെയ്തിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ഇത് ലോക്ക് ചെയ്ത് ഫോട്ടോ നമ്മൾ തിരിച്ചു വെച്ചു. ടൈമിനെ കാണിച്ചിട്ട് ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആണ് അത്യാവശ്യം. പിന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. തിരിച്ചു വെക്കണം. എന്നിട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാനായിട്ട് ലോക്ക് ചെയ്യണം. ഓക്കെ. through here. എന്നിട്ട് നമ്പർ മാറ്റാം. ഓക്കെ. Now മെസ്സേജ് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. ഇല്ല, ഇവിടെ കൊണ്ട് നമ്മൾ ഇമെയിലിൽ ഒരു ഇതുണ്ട്. ആ നമ്പറിലേക്ക് ഫോട്ടോ അയക്കണം. ഓക്കെ, ആ നമ്പറിലേക്ക് ഫോട്ടോ അയക്കണം. വെച്ചു എന്ന്. അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടുന്ന് പോവാണ്. ഇനി വീട്ടിലേക്കാണ് പോവാൻ വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ബെയറിൻ ഏരിയ. പക്ഷെ ഞങ്ങൾ ബെയറിനെ ഒന്നും കണ്ടില്ല. ഇവിടുന്ന് ഇതാണ് വാഷ്റൂം. അവിടെ പോകുമ്പോ പോലും എനിക്ക് പേടിയായിരുന്നു ബെയറിനെങ്ങനെ വഴിയിൽ കാണുമോന്ന്. ആ ബോർഡ് കഴിഞ്ഞിട്ടാ പോണ്. ലയിച്ചു തുങ്കു. ഇവിടെ എവിടെങ്കിലും കാണുമായിരിക്കും ബെയർ. ഇന്ന് ബെയറിനെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അതെ, ഫുൾ ജാസ്പർ ട്രിപ്പിൽ ബെയറിനെ കാണാൻ പറ്റിയില്ല. ഒരു ബെയറിനെ പോലും കണ്ടു കിട്ടിയില്ല. ഇവിടെയൊക്കെ ബെയർ ഉണ്ടാവും. അതെ, ഓൺലി പൂപ്പ് മാത്രമേ കണ്ടുള്ളൂ. ആ, ബ്ലാക്ക് ബെയർ പൂപ്പ്. അപ്പൊ ഇനി വീട്ടിലേക്കാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തണം. ഇപ്പൊ ഓൾറെഡി 5:40 PM ആയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടുന്നൊക്കെ എന്തെങ്കിലും കിട്ടിയ സ്നാക്സ് ആണ്. 3.5 hours ആണ് ഡ്രൈവ് വീട്ടിലേക്ക്. ഇനി വീട്ടിലേക്കല്ലേ പോണ്ടത്? പിന്നെ ദിവസം തന്നെ പണി. വെറുതെ തരൂല, പൈസ കൊടുക്കണം അവർക്ക്. ആക്ച്വലി ക്യാമ്പിങ്ങിന്റെ സെറ്റപ്പ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. ടെന്റ് മാത്രം ഉണ്ട്. പക്ഷെ ഒരു പേടി, ഇവിടെ എവിടെയൊക്കെ ബെയർ എന്ന് കാണുമ്പോഴുള്ളൊരു പേടിയുണ്ട്. അപ്പോ അതെ, ഇപ്പോഴും ഞങ്ങൾ ഒരു 2 കൊല്ലം ആയിട്ടേ ഉള്ളൂ. അപ്പോഴും ഒരു ബെയറുമായിട്ട് പരിചയമൊന്നും വന്നിട്ടില്ല. അപ്പോഴ് നമുക്ക് നോക്കാം അടുത്തത് ഏതാണ്, വീട്ടിലേക്കാണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ സ്റ്റേക്ക് ഹൗസിൽ വന്നിരിക്കുകയാണ്. കുറെ കാലമായി. യെസ്, മിസ്റ്റർ മൈക്സ് സ്റ്റേക്ക് ഹൗസ്. കുറെ കാലമായി സ്റ്റേക്ക് കഴിച്ചിട്ട്. കിച്ചിക്ക് ഇഷ്ടമല്ല. തുങ്കുനോ? തുങ്കുനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേക്ക്. അപ്പൊ സ്റ്റേക്ക് കഴിക്കാൻ നല്ലതാണോ നോക്കാം. പപ്പയ്ക്ക് ഇഷ്ടമാണോ സ്റ്റേക്ക്? പപ്പ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന വലിയ മനുഷ്യൻ. ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, അവിടെ മെനുവിലുണ്ടാവും. സോ നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് നോക്കാം. കിച്ചിക്കും തുങ്കൂനും ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അവരെന്നെ മെനു ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
Kids Center. ഞങ്ങളുടെ ഫുഡ് വന്നു കണ്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേക്ക്. കിച്ചക്ക് സ്റ്റേക്ക് വേണ്ടാത്ത കാരണം നമ്മുടെ ഫുഡൊക്കെ വന്നു. എങ്ങനെ ഉണ്ട് നോക്കാം. കുറേ കാത്തിരിപ്പിന് ശേഷം വന്നതാണ്. നല്ല വിശപ്പുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റേക്കും മാഷും ബ്രോക്കോളിനീസ് ആൻഡ് ഇതെന്തോ സീ ഫുഡ്. ഇതാണ് Yucky mashed potato. സീ ഫുഡ് സംതിങ്. No mashed potato. ഡു യു ലൈക്ക് ഇറ്റ്? ഇവിടെ ഒരാളുടെ ദുണ്ടുബീരി ഉണ്ട്, സ്റ്റേക്ക് ആൻഡ് ഫ്രൈസ് ആൻഡ് അതെന്താ മമ്മ? അത് ചിക്കൻ ടെൻഡേഴ്സ് ആൻഡ് ഫ്രൈസ് ആൻഡ് റെഡി. അങ്ങനെ ഞങ്ങൾ സ്റ്റേക്ക് ഹൗസിൽ പോയി അടിപൊളി സ്റ്റേക്ക് കഴിച്ചു. സൂപ്പർ ആയിരുന്നു. നൈസ് ആയിരുന്നു I did ഫുഡ്. not like the time, how much time you had to wait. അത് മാത്രമായിരുന്നു പ്രശ്നം, വെയിറ്റിംഗ് പാർട്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, അത് തന്നെ ഒരു അരമണിക്കൂർ എടുത്തു ഫുഡ് കിട്ടാനായിട്ട്. പക്ഷെ ഫുഡ് വാസ് യം, അത് കാരണം ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് ഡെസേർട്ട് ഇവരുടെ ഐസ്ക്രീം ഓർഡർ ചെയ്തപ്പോൾ പിന്നെയും എടുത്തു ഒരു 10-20 മിനിറ്റ്. അതാണ് സഹിക്കാൻ പറ്റാഞ്ഞ്. പക്ഷെ അതർവൈസ് ഫുഡ് അടിപൊളിയാണ്, സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഇതാ ബാക്കി കുറേ അധികം ഉള്ളായിരുന്നു, പാഴ്സലാക്കുകയും ചെയ്തു. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് അല്ലേ ഏട്ടാ? 3.5 hours ഇനി റെസ്റ്റ്. എന്താ അവിടെ വെയിറ്റിംഗ് ടൈമിൽ ചെയ്ത പരിപാടിയാണ്. അവർക്ക് ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു. I made a paper canoe. കിത്തുങ്കോ നൈസായിണ്ടല്ലേ, നൈസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ അത് മമ്മ ഉണ്ടാക്കിയതാണ്. അല്ല അത് മമ്മ ഉണ്ടാക്കിയത് പോയി എന്നിട്ട് ഏട്ടൻ ഉണ്ടാക്കി കൊടുത്താണ്. I just followed the thing that you did, which is way more easier, faster. ഓക്കെ I just Nice. followed the thing that you അപ്പൊ കളിച്ചോ. did. അപ്പൊ ശരി, അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ. You are big. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ക്രിസ് ആൻഡ് റെക്സ് വെക്കുമ്പോ നമുക്കൊരു കാര്യം പറയാനില്ലേ? ബൈ ബൈ. അപ്പം I'm Batman. അമ്മേ ഓക്കെ. അപ്പൊ ആരും മറക്കരുത് എന്ത് ചെയ്യാൻ, എന്ത് ചെയ്യാൻ മറക്കരുത്. പറ എന്താ ചെയ്യേണ്ടവര്? ലൈക്ക് മറന്നുപോയോ? ലൈക്ക് ബാറ്റ്മാൻ പറ. ലൈക്ക് Like, share, and subscribe. യെസ്. തുമ്പ് മറന്നുപോയോ? ലൈക്ക് ഷെയർ ആൻഡ് ബാറ്റ്മാന് ഓർമ്മയില്ല. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യെസ് ബൈ. Bell icon. Where's Batman's ear Bell gone? icon. Where's Batman's ear gone? I don't have an ear. ബാറ്റ്മാൻ ആയത് കാരണമാണ് ലൈക്കും ഷെയർ ഒക്കെ മറന്നുപോയത്. Bye bye.